ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മലബാർ ഇഫ്താർ ഡിഷായ കിളിക്കൂടപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഉള്ളി 3 എണ്ണം, മുട്ട 2 എണ്ണം, സേമ്യ 1/2 കപ്പ്, ഉരുളക്കിഴങ്ങ് 2 എണ്ണം, വേവിച്ചു വെച്ച ഇറച്ചി 250 ഗ്രാം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ആദ്യം നമുക്ക് വേവിച്ച് വെച്ച ഇറച്ചി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. സവാള നല്ല സോഫ്റ്റ് ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. സവാള നല്ല വേവാകേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 പച്ചമുളകാണ്. 5 പച്ചമുളകിന് ഏകദേശം 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് ഇതിലേക്കിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ആ റോസ് സ്മെൽ മാറുന്നതുവരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയും മീറ്റും നന്നായി മിക്സ് ആകുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഉടച്ചെടുക്കണം. ഒരു തവി ഉപയോഗിച്ച് നമുക്കിത് ഉടച്ചെടുക്കാം. ശേഷം മസാലയും ഉരുളക്കിഴങ്ങും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് മസാല ഒരു ചെറിയ ബോൾ രൂപത്തിലാക്കിയെടുക്കാം. ശേഷം അത് നമ്മുടെ കയ്യിൽ നന്നായി പരത്തിയെടുക്കുക. അതിലേക്ക് ഒരു മുട്ടയുടെ പകുതി വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് മുട്ട ഈ മസാല കൊണ്ട് നന്നായി പൊതിഞ്ഞെടുക്കുക. ഏകദേശം ഒരു ബോൾ രൂപത്തിലാക്കിയെടുക്കാം. ഇങ്ങനെ എല്ലാം നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ അതുപോലെ എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആക്കിയ ബോൾ ഒന്ന് മുക്കിയെടുക്കാം. ശേഷം നമുക്കിത് സേമിയയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു കിളിക്കൂട് രൂപത്തിലായി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഉണ്ടാക്കി വെച്ച എല്ലാ ബോൾസും ഇങ്ങനെ മുട്ടയിൽ മുക്കി സേമിയയിൽ പൊതിഞ്ഞെടുക്കാം.
ഇപ്പോൾ ഞാൻ എല്ലാം അതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഓയിൽ മാത്രം മതിയാകുന്നതാണ്. അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച ബോൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കതൊന്ന് സ്പൂൺ കൊണ്ട് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും നന്നായി വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേവിച്ചാൽ മതിയാകുന്നതാണ്. ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാകുന്നു. ഇതെല്ലാവരും പരീക്ഷിച്ചു നോക്കണം. ഇത് വളരെ എളുപ്പമാണ്. താങ്ക് യു.